അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ WPL സോഫ്റ്റ് എന്ന് പറയുന്ന ഡെൽറ്റയുടെ PLC ആണ്. അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ലാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ന്യൂവിൽ പോയിട്ട് ഈ വിൻഡോസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ പ്രോഗ്രാം ഫയൽ എന്ന് പറയുന്ന, അതായത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാനാണ്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ വിഷൻ കൺട്രോൾസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ടൈറ്റിൽ ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലാച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ മോഡൽ, ഏത് മോഡലാണ് നമ്മൾ PLC ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ SV2 എന്ന് പറയുന്ന മോഡൽ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ലാറ്ററൽ പ്രോഗ്രാമിലേക്ക് കടന്നു. ഇനി പ്രോഗ്രാം സ്റ്റേജിൽ നമുക്കറിയാമല്ലോ, ആദ്യത്തെ ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇൻപുട്ടിനകത്ത് നമുക്ക് ആദ്യത്തെ അഡ്രസ്സ്, അതായത് X0 എന്ന് പറയുന്ന അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ X0 കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഒരു ഔട്ട്പുട്ടാണ്. സ്വാഭാവികമായിട്ടും Y0 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണം. ഇനി ലാച്ച് ആയതുകൊണ്ട് തന്നെ X0ക്ക് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, Y0 എന്ന് പറയുന്ന ആ അഡ്രസ്സ് അവിടെ കൊടുത്താൽ മാത്രമേ ഇത് ലാച്ച് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ Y0 എന്നുള്ള അഡ്രസ്സ് ആ X0ക്ക് പാരലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, Y0 എന്നുള്ളതും കണക്ട് ചെയ്തു. ഇനി അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ X0 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓൺ ബട്ടൺ ആയിട്ടും Y0 എന്ന് പറയുന്നത് ഓഫ് ബട്ടൺ ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ X1 എന്ന് പറയുന്ന ഒരു അഡ്രസ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം X0 എന്ന് പറയുന്ന ഓൺ ബട്ടണും X1 എന്ന് പറയുന്നത് ഓഫ് ബട്ടണുമായിട്ട് ആക്ട് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ PLC കണക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ സിമുലേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഓൺലൈൻ സിമുലേഷൻ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇപ്പോൾ സ്റ്റോപ്പ് മോഡാണ്. ഇനി നമ്മൾ അതിനെ റൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ റൺ മോഡിലേക്ക് പോകും. അതിനുശേഷം നമുക്ക് ഓരോ ഇൻപുട്ട് ഓൺ ചെയ്തിട്ട് അതേപോലെ തന്നെ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ X0 ഓൺ ആക്കുന്നുണ്ട്. ഇപ്പോൾ X0 ഓൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി Y0 ഓൺ ആയി. ഇനി X0 ഓഫ് ആയാലും Y0 ഓണിൽ തന്നെ നിൽക്കും. അതാണ് ഈ ലാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ X1 വഴി മാത്രമേ ഇതിനെ ഓഫ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ലാച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ X0 എന്ന് പറയുന്നത് ഒരു ഗ്രീൻ പുഷ് ബട്ടൺ ആയിട്ടും X1 എന്ന് പറയുന്നത് റെഡ് പുഷ് ബട്ടണുമായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഫീൽഡിൽ കണക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്